സ്നേഹൻ ഒരു വലിയ മാവിന്റെ ചുവട്ടിൽ തനിച്ചിരിക്കുകയായിരുന്നു. കളിസ്ഥലത്ത് കുട്ടികളൊന്നുമില്ലാത്തതിനാൽ അവന് വല്ലാത്ത സങ്കടം തോന്നി. തന്റെ പന്തുമായി അവൻ തനിയെ കളിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് ഒട്ടും രസം തോന്നിയില്ല. അവൻ കണ്ണുകൾ പതുക്കെ അടച്ച് ഉള്ളുരുകി പ്രാർത്ഥിച്ചു, ഈശോയെ, അങ്ങ് എന്റെ കൂടെ കളിക്കാൻ വരുമോ? എനിക്കൊരു കൂട്ടുകാരനെ വേണം. പെട്ടെന്ന് ആ വഴിയിൽ ഒരു തണുത്ത കുളിർക്കാറ്റ് വീശി. സ്നേഹൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്റെ അരികിലിരിക്കുന്ന ഈശോയെയാണ്. ആ മുഖത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം തുളുമ്പുന്ന പുഞ്ചിരിയുണ്ടായിരുന്നു. സ്നേഹന്റെ സങ്കടമെല്ലാം ആ നിമിഷം മാഞ്ഞുപോയി. അവർ രണ്ടുപേരും പാടവരമ്പിലൂടെ ഒരുമിച്ച് നടന്നു. ചുറ്റുമുള്ള കാട്ടുപൂക്കൾ അവർക്ക് നേരെ തലയാട്ടി. ഏറ്റവും നല്ല കൂട്ടുകാരനൊപ്പം നടക്കുന്നതിന്റെ വലിയ സന്തോഷം സ്നേഹന്റെ മുഖത്ത് മിന്നിത്തിളങ്ങി. നടത്തത്തിനിടയിൽ ഒരു കല്ലിൽ തട്ടി സ്നേഹൻ പെട്ടെന്ന് നിലത്തു വീണു. അപ്പോൾ തന്നെ ഈശോ കുനിഞ്ഞ് അവന്റെ കൈകളിൽ താങ്ങി എഴുന്നേൽപ്പിച്ചു. സാരമില്ല, ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ, ഈശോ മെല്ലെ പറഞ്ഞു. ഉച്ചസമയത്ത് വിശന്നപ്പോൾ അവർ ഒരു ചെറിയ അരുവിയുടെ തീരത്തിരുന്നു. സ്നേഹൻ തന്റെ പൊതിച്ചോറ് തുറന്നു. അവർ രണ്ടുപേരും ഒരേ ഇലയിൽ നിന്ന് ഭക്ഷണം സന്തോഷത്തോടെ പങ്കിട്ട് കഴിച്ചു. വൈകുന്നേരം മലമുകളിൽ ഇരുന്നുകൊണ്ട് അവർ അസ്തമയ സൂര്യനെ കണ്ടു. തന്റെ കുഞ്ഞു സങ്കടങ്ങളും വലിയ സ്വപ്നങ്ങളും സ്നേഹൻ ഈശോയോട് ഓരോന്നായി പങ്കുവച്ചു. ഈശോ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. നേരമിരുട്ടിയപ്പോൾ സ്നേഹൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി. അവന്റെ ഉള്ളിലിപ്പോൾ പഴയ സങ്കടമൊന്നുമില്ലായിരുന്നു. താൻ ഒരിക്കലും തനിച്ചല്ലെന്ന വലിയ ബോധ്യം അവന് പുതിയ ധൈര്യം നൽകി. ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് അവൻ മുട്ടുകുത്തി നിന്ന് നന്ദി പറഞ്ഞു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരനെ ലഭിച്ചതിൽ അവൻ അത്രമേൽ സന്തോഷവാനായിരുന്നു. അവൻ ആശ്വാസത്തോടെ കട്ടിലിലേക്ക് കിടന്നു. രാത്രിയുടെ നിശബ്ദതയിൽ സ്നേഹൻ സമാധാനത്തോടെ ഉറങ്ങുമ്പോൾ ഈശോ സ്നേഹപൂർവ്വം അവനെ നോക്കി അരികിൽ നിന്നു. ഓരോ നിമിഷവും ഓരോ കാലവും അവൻ എന്നും നമ്മുടെ കൂടെ തന്നെയുണ്ടാകും.